തെലങ്കാനയിൽ രൂപപ്പെടുന്ന അനുകൂല തരംഗം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ബിജെപി നേതൃത്വം. സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്നതോടൊപ്പം പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാനും ബിജെപി ശ്രമിക്കുന്നു. ജാതി അടിസ്ഥാനപ്പെടുത്തിയ നയരൂപീകരണമാണ് എതിർക്കപ്പെടേണ്ടതെന്ന നിലപാടിലാണ് നേതാക്കൾ. ദക്ഷിണേന്ത്യയിൽ ബിജെപിയും എൻഡിഎയും ഏറ്റവും അധികം പ്രതീക്ഷയോടെ നോക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തെലങ്കാന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ 17 സീറ്റിൽ 9 സീറ്റ് വിജയിച്ചത് അന്ന് TRS ആയിരുന്ന പിന്നീട് BRS ആയ പാർട്ടിയാണ്. കോൺഗ്രസിന് 3 സീറ്റ് ലഭിച്ചപ്പോൾ ബിജെപി അന്ന് 4 സീറ്റുമായി രണ്ടാമതെത്തി. ഇക്കുറി ഈ 4 സീറ്റ് എന്നുള്ളത് 8 സീറ്റാക്കാനും കഴിയുമെങ്കിൽ 12 വരെ പോകാനുമാണ് പാർട്ടി സംസ്ഥാന ഘടകം ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് തെലങ്കാനയിലെ ബിജെപി പ്രവർത്തനം. പാർട്ടി അടിത്തറ ഉറപ്പിക്കുന്നതിനോടൊപ്പം പാർലമെന്റ് രംഗത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള സമഗ്ര പ്രവർത്തന പരിപാടികളും ഒന്നിച്ചേറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. The growth chapter started beginning for BJP. Now 2024. I am sure it will be 8 minimum. We'll be winning 8 minimum, but we're aspiring for 12. I would say I could see 8 are comfortably placed to win. Another 3 to 4 are in neck-to-neck fight. So we'll be at least, I think, I'm hoping we'll have 10 to 11 seats. ജാതി രാഷ്ട്രീയമല്ല, ജാതി അടിസ്ഥാനപ്പെടുത്തിയ നയങ്ങളാണ് പ്രശ്നമെന്നും നേതൃത്വം നിലപാട് സ്വീകരിക്കുന്നു. ചേവല്ല മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കോണ്ട വിശ്വേശ്വര റെഡ്ഡിക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. And why can't Yadavs be software engineers? So I definitely do fight against caste in policies. You can do on backwardness and things like that, and you can have reservations because they are backward, but you should remove the creamy layer, because for 4 generations they become very 4 generations they've been wealthy. ജാതി രാഷ്ട്രീയത്തെ കൗശലത്തോടെ പ്രയോഗിച്ച നേതാവാണ് KCR എന്നും അദ്ദേഹം പറയുന്നു. And one of the most astute caste politician India has ever produced is KCR, K. Chandrasekhar Rao. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ തന്നെ മോദി സർക്കാരിന്റെ പ്രകടനത്തിലൂന്നിയാണ് ബിജെപിയുടെ തെലങ്കാനയിലെ പ്രചാരണം. താറുമാറായ സാമ്പത്തിക നിലയിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാൻ ബിജെപിക്കും 3ാം മോദി സർക്കാരിനും മാത്രമേ കഴിയൂ എന്നുള്ള ഉറച്ച വിശ്വാസവും ആ ഉറപ്പുമാണ് സംസ്ഥാന നേതാക്കൾ ജനങ്ങൾക്ക് നൽകുന്നത്. ആ പ്രതീക്ഷയിലാണ് ഇക്കുറി സീറ്റ് നില വർദ്ധിപ്പിക്കാനാകും എന്നുള്ള ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും പ്രദീപ് പിള്ള, ജനം.